എത്ര കഷ്ടപ്പാടായാലും ലോൺ എടുക്കുന്ന പരിപാടി ഒരു മുഅ്മിനിന് അനുവദനീയമല്ല. പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല. അതിന് ന്യായങ്ങളും മസാലകളും ഖീലയും ഖൗലും പറഞ്ഞു തരാൻ പല മുറി മൗലിയാമാരും നമുക്കുണ്ടാവും. നമ്മൾ ആഖിറം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചിരിക്കുന്ന മാംസം നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം. കളവ് പറഞ്ഞിട്ട് ഒരു കച്ചവടവും നടത്തരുത്. ഒരു 500 രൂപ ലാഭം കിട്ടിയിട്ട് എന്താ വേണ്ടത് മോനെ? ഈ 60 കൊല്ലം ആ 500 രൂപന്റെ കാരണം കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ ദുനിയാവിൽ 60 കൊല്ലം നഷ്ടമല്ലേ മോനെ? സ്വത്ത് വിൽക്കുന്ന സമയത്ത് കളവ് പറയുക, സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക, അതൊന്നും നമുക്ക് പറ്റൂലല്ലോ. മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ. കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർഗം അല്ലാഹു ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ. അതുകൊണ്ട് നീ സമ്പാദിക്കുന്നത് എവിടുന്നാണ്, സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. എപ്പോഴും കണ്ണാടിയും ചെറുപ്പം ഉണ്ടാവും. എവിടെ പോവാണെങ്കിലും തങ്ങൾ ഒരുങ്ങിയിട്ടേ പോകുള്ളൂ. ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ജസ്റ്റ് വെയിറ്റ്, ഞാൻ ഒന്ന് ഒരുങ്ങട്ടെ. അതിന് ഒരുങ്ങാൻ മാത്രം തങ്ങൾക്ക് എന്തെങ്കിലും മുടി ചുളിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അഥവാ കണ്ണാടി എങ്ങാനും തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നളറ ഇലൽ കൂസ്ന, അങ്ങനെ പറഞ്ഞാൽ വെള്ളം നിറച്ച പാത്രത്തിലേക്ക് നോക്കിയിട്ട് ശരിയാക്കിയിട്ടേ പോകുള്ളൂ. അപ്പൊ ഉറങ്ങും വിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാം സുബഹിസ്കരിക്കേണ്ടതെന്നാണ് അതിന്റെ മലയാളം വരിക. ഏറ്റവും കൂടുതൽ ഭംഗി വേണ്ടത് നിസ്കരിക്കുമ്പോഴേ, ഏറ്റവും കൂടുതൽ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്നല്ലേ, നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും ബ്യൂട്ടി വേണ്ടത്. ഇടയിൽ വാട്സപ്പിലാണെങ്കിൽ എന്റെ വളർന്നു വരുന്ന 5 വയസ്സായ 7 വയസ്സായ മകളോട് എങ്ങനെയാണ് മോനെ കളിക്കരുത്, മോനെ ഖുർആൻ ഓതണം, മകളെ ഖുർആൻ ഓതണം, മഗ്രിബ് പെട്ടെന്ന് നിസ്കരിക്കണേ, ഖളാഅല്ലേ മോളെ. ഇത് പറയാനുള്ള ത്രാണി എന്റെ ഭാര്യക്കുണ്ടാകണമെങ്കിൽ എന്റെ ഭാര്യ മഗ്രിബ് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിസ്കരിക്കുന്നവളാകണം. സൂറത്തുൽ വാഖിയ ഓതാൻ അത് പറയാനുള്ള അന്തസ്സ്, അതിനുള്ള നട്ടെല്ല് എന്റെ ഭാര്യക്കുണ്ടാകണമെങ്കിൽ എന്റെ ഭാര്യ എന്റെ വീട്ടിൽ അത് ഓതി കേൾപ്പിക്കേണ്ടവരാണ്. എന്റെ വളർന്നു വരുന്ന മക്കളിലേക്ക് അത്തരം പാഠങ്ങൾ പകർന്നു നൽകേണ്ടതാണ്. എന്റെ ഭാര്യ സ്വലാത്തു ചൊല്ലുന്നവളാണെങ്കിൽ, എന്റെ ഭാര്യ നിത്യമായി മങ്കൂസ് മൗലിദ് ഓതുന്നവളാണെങ്കിൽ, എന്റെ കുടുംബം നന്നായിട്ട് സുന്നത്തുകൾ അനുധാവനം ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം എന്റെ പരമ്പരയിലേക്ക് വരുന്നതാണ്.